ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൻ്റെ മേധാവിയായ ഡോക്ടർ ഹാരിസ് നടത്തിയത്. പ്രതിപക്ഷം കേരളത്തിൻ്റെ നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും ഈ നിലമ്പൂർ ഇലക്ഷൻ കാലത്തും കഴിഞ്ഞ ആഴ്ചയിൽ എല്ലാം ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞ കാര്യങ്ങളാണ്. ഈ മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പിൻ്റെ മേധാവിയിൽ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, എല്ലാ മെഡിക്കൽ കോളേജുകളിലും, കോഴിക്കോട്, ആലപ്പുഴ തുടങ്ങിയ എല്ലാ മെഡിക്കൽ കോളേജുകളിലും സർജറി ചെയ്താൽ തുന്നിക്കൂട്ടാനുള്ള നൂല് പോലും ഇല്ലാത്ത മെഡിക്കൽ കോളേജുകൾ കേരളത്തിലുണ്ട്. ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. സർജിക്കൽ ഉപകരണങ്ങളില്ല, മരുന്നില്ല. മറ്റ് സർക്കാർ ആശുപത്രികളിലും മരുന്നില്ല. ഇപ്പം എന്താ ഡോക്ടർ പറഞ്ഞത്? എന്താണ്? ഇരന്നു മടുത്തു. സർജിക്കൽ എക്യുപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട്, ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ വേണ്ടിയിട്ട് ആളുകൾ രോഗികളായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ, സർക്കാർ ആശുപത്രിയിൽ വരുന്നവർ കടം മേടിച്ചും വല്ലാതെ പ്രയാസപ്പെട്ടും ഒക്കെയാണ് ഈ ഉപകരണങ്ങളുമായി കൊണ്ടുവരണം. അതായത് രോഗി തന്നെ സാധനങ്ങളുമായി വന്നാൽ മാത്രമാണ് സർജറി നടത്തുന്നത്. നിരവധി ശസ്ത്രക്രിയകൾ മുടങ്ങി, ഒരുപാടെണ്ണം മുടങ്ങി. പലതും കൃത്യമായി നടത്താൻ പറ്റുന്നില്ല. 5-6 മാസത്തെ ഡേറ്റ് കൊടുത്തിട്ടാണ് പലപ്പോഴും ശസ്ത്രക്രിയ നടത്തുന്നത്. ആ ശസ്ത്രക്രിയകൾ പോലും നടത്താൻ കഴിയുന്നില്ല. ഇതൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യമല്ല, ഇതൊരു മെഡിക്കൽ കോളേജിലെ കാര്യമല്ല, ഇത് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും നിലവിലിരിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇല്ലാതായി. ആരോഗ്യ കിരണം പദ്ധതി, കാരുണ്യ ബെനവലൻ്റ് ഫണ്ട്, ഹൃദ്യം, JSSK തുടങ്ങിയ എല്ലാ പരിപാടികളും നിലച്ചു. കോടികളാണ് കൊടുക്കാനുള്ളത്. എന്താ മരുന്ന് കിട്ടാത്തത്? മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് സർക്കാർ കൊടുക്കാനുള്ളത് കോടികളാണ്. ഈ കഴിഞ്ഞ മാസം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ മരുന്ന് വിതരണം നടത്തുന്ന കമ്പനികൾ മരുന്നിൻ്റെ വില കിട്ടാത്തത് കൊണ്ട് അവർ 30% വില വർദ്ധിപ്പിച്ചു. കാരണം എന്തെങ്കിലും കിട്ടും. പലരും വിതരണം നടത്തുന്നില്ല. പ്രധാനപ്പെട്ട കമ്പനികൾ മുഴുവൻ വിതരണം മുടങ്ങി. മരുന്ന് മാത്രമല്ല മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മേടിക്കുന്നത്, സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് അടക്കമുള്ള മുഴുവൻ ശസ്ത്രക്രിയ ആവശ്യമുള്ള, ആശുപത്രിക്ക് ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും നേരത്തെ ഇൻഡൻറ്റ് കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. ആശുപത്രികളിൽ നിന്ന്, സർക്കാർ ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ എല്ലാവരും ഇൻഡൻറ്റ് കൊടുത്തിട്ട് ആ ഇൻഡൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ടെൻഡർ വിളിച്ച് ഈ പരിപാടി നടത്തുന്നത്. അതിൻ്റെ പ്രൊസീജിയർ അതാണ്. അപ്പോൾ എങ്ങനെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ വരുന്നില്ല? ഞാൻ 2024 ജനുവരിയിൽ നിയമസഭയിൽ കൊണ്ടുവന്നു. ഈ മാർച്ചിൽ, 2025 മാർച്ചിൽ മരുന്ന് ക്ഷാമത്തെക്കുറിച്ചും ഈ സർജിക്കൽ ഉപകരണങ്ങളുടെ അഭാവത്തെക്കുറിച്ചും നിയമസഭയിൽ ഞങ്ങൾ കൊണ്ടുവന്നു. മന്ത്രി വളരെ നിരുത്തരവാദിത്തപരമായ മറുപടിയാണ് അവർ പറയുന്നത്. ഇപ്പോൾ അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ റിപ്പോർട്ട് തേടുമെന്ന്. അവർ ആരോഗ്യമന്ത്രിയായതിനു ശേഷം അവർ റിപ്പോർട്ട് തേടും എന്ന് പറഞ്ഞ കേസുകൾ നിങ്ങളൊന്ന് എണ്ണണം. ഇതെല്ലാം കൂടി എടുത്തൊന്ന് കമ്പൈൽ ചെയ്താൽ നിരവധി വോള്യങ്ങൾ വേണ്ടി വരും. നിരവധി വോള്യങ്ങൾ. ഇവർ റിപ്പോർട്ട് തേടാൻ പോയ കാര്യങ്ങൾ മാത്രം കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ റിപ്പോർട്ട് തേടിയ കാര്യങ്ങൾ, ഈ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടെല്ലാം എടുത്തു വെച്ച് കമ്പൈൽ ചെയ്താൽ നിരവധി വോള്യങ്ങളാവും. ഇത് സ്ഥിരം മറുപടിയാണ്, സ്ഥിരം മറുപടിയാണ്. എന്നിട്ട് എന്താണ്? 10 കൊല്ലം മുമ്പ് 2010 എത്ര പേഷ്യൻസ് ഉണ്ടായിരുന്നു ആശുപത്രിയിൽ, ഇപ്പം എത്ര പേഷ്യൻസ് കൂടി എന്ന് ചോദിക്കുക. കാലം കൂടുന്തോറും സ്വകാര്യ ആശുപത്രികളിലെ ചെലവ് വർദ്ധിക്കും തോറും ആളുകൾ സർക്കാർ ആശുപത്രിയെ ചെയ്യും. ഞാൻ MLA ആയി 2001 വരുമ്പോൾ ഇവിടെ 300 പേഷ്യൻസ് ഉണ്ടായിരുന്നത് എൻ്റെ താലൂക്ക് ആശുപത്രിയിൽ. എൻ്റെ താലൂക്ക് ആശുപത്രിയിൽ 300 പേഷ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 1800-നും 2000-ത്തിലധികം പേഷ്യൻസ് ഉണ്ട്. സർക്കാർ ആശുപത്രിയെ ആളുകൾ ആശ്രയിക്കുകയാണ്. അപ്പോഴാണ് സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല, ഉപകരണങ്ങളില്ല. ഇപ്പോൾ കണ്ണാശുപത്രിയിൽ 10 ശസ്ത്രക്രിയ മാറ്റിവെച്ചു എന്ന് പറഞ്ഞ് കണ്ണൂർ ആശുപത്രിയിൽ നിന്ന് റിപ്പോർട്ട് വന്നില്ലേ? കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്രയോ സാധനങ്ങളില്ല. എൻ്റെ ഒരു സ്നേഹിതൻ സർജറി കഴിഞ്ഞ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് മരിച്ചുപോയി. സർജറി നടത്താൻ സമയത്ത് സർജറിക്കുള്ള നൂല് പുറത്തുനിന്ന് പേഷ്യൻ്റ് മേടിച്ചുകൊണ്ട് വേണ്ടി വന്നു. ഞങ്ങളൊരു പാർട്ടി പ്രവർത്തകൻ ആശുപത്രിയിലെ മെഡിക്കൽ കോളേജിൽ, ആലപ്പുഴ മെഡിക്കൽ കോളേജ്, സർജറിക്കുള്ള അത് കഴിഞ്ഞ് തുന്നാനുള്ള നൂല് പുറത്തുനിന്ന് പേഷ്യൻ്റ് മേടിച്ചുകൊണ്ട് വരേണ്ട സ്ഥിതിയിലേക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് തകർന്നിരിക്കുകയാണ്. വളരെ ഗൗരവതരമാണ്. ഇവർ PR ഏജൻസികളെ വെച്ച് നടത്തുന്ന പ്രൊപ്പഗാൻഡയും നറേറ്റീവും അല്ല യഥാർത്ഥ ആരോഗ്യ കേരളം. യഥാർത്ഥ ആരോഗ്യ കേരളത്തിൻ്റെ സിസ്റ്റം മുഴുവൻ തകർന്നുപോയി. ഞങ്ങൾ കോവിഡ് കഴിഞ്ഞ് വന്നല്ലോ, ഈ ഗവൺമെൻറ് വന്നു. ഞങ്ങൾ പറഞ്ഞു കോവിഡ് മൂലമുള്ള നിരവധി മരണങ്ങൾ ഈ സർക്കാർ മറച്ചു വെച്ചു എന്ന് പറഞ്ഞു.
ഇപ്പം മന്ത്രി എന്താ പറഞ്ഞത്? ചക്ക വീണ് ചത്തതൊന്നും കോവിഡ് മരണത്തിൻ്റെ കൂട്ടത്തിൽ കൂട്ടില്ല എന്ന് പറഞ്ഞു. മറുപടി ഈ മന്ത്രിയുടെ ആദ്യത്തെ മറുപടിയാണ് നിയമസഭയിൽ. ഞങ്ങൾക്ക് തന്ന മറുപടിയാണ്. ചക്ക വീണ് ചത്തതൊക്കെ, തലയിൽ വീണ് ചത്തതെല്ലാം കോവിഡ് മരണത്തിൽ കൂട്ടില്ല എന്നായിരുന്നു മറുപടി. ഞങ്ങളത് കൊണ്ടുവന്നതിന് ശേഷം സർക്കാർ മറച്ചുവെച്ച 27,000 മരണങ്ങൾ, കോവിഡ് മൂലമുള്ള മരണങ്ങൾ പിന്നീട് പുറത്തു വന്നു. സർക്കാരിൻ്റെ കയ്യിലുണ്ടായിരുന്ന ലിസ്റ്റ് കൂടാതെ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ച 27,000 മരണങ്ങൾ വീണ്ടും പുറത്തു വന്നു. നിങ്ങൾക്കറിയാം ഇപ്പോൾ എന്താ വേണ്ടത്? ഇപ്പം ആരോഗ്യവകുപ്പിനാണ് ചികിത്സ വേണ്ടത്. യഥാർത്ഥത്തിൽ കോവിഡ് കാലത്ത് നടന്ന കൊള്ള, ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് വരെ ഇവർ ആ കാലഘട്ടത്തിൽ വിതരണം നടത്തി. C&G റിപ്പോർട്ട് വന്നു. പ്രതിപക്ഷം മാത്രമല്ല പറഞ്ഞത്, പ്രതിപക്ഷം പറഞ്ഞത് C&G റിപ്പോർട്ടിൽ വന്നു. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മക്കൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് മേടിച്ചു കൊടുത്താൽ, ഒന്ന് അതിൻ്റെ മോളിക്യൂൾ കോമ്പിനേഷൻ തന്നെ കഴിഞ്ഞാൽ അത് മാരകമാവും. ആ മരുന്ന് കഴിക്കാൻ പാടില്ല. 6 മാസം കാലാവധി തീരാനുള്ള മരുന്ന് പോലും വിതരണം നടത്താൻ പാടില്ല. അപ്പോഴാണ് കാലാവധി കഴിഞ്ഞ മരുന്ന് വരെ ഇവർ വിതരണം നടത്തിയത്. ഇവിടെ പകർച്ചവ്യാധികൾ കൂടുകയാണ്. ഏത് പകർച്ചവ്യാധിയാണ് കേരളത്തിലില്ലാത്തത്? ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്ന കാര്യമാണ്. നിയമസഭയിൽ ഞങ്ങൾ ശക്തമായി ഉന്നയിച്ച കാര്യവും. നിരവധി പകർച്ചവ്യാധികൾ വർദ്ധിക്കുകയാണ്. ആ പകർച്ചവ്യാധികൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും ഗവൺമെൻറ്റിനില്ല. കോവിഡിന് ശേഷം ഞാൻ തന്നെ നിയമസഭയിൽ പറഞ്ഞു, മരണനിരക്ക് ഉയരുകയാണ്. അതായത് കാർഡിയാക് അറസ്റ്റ് കൂടുന്നു, സ്ട്രോക്ക് വരുന്നു, ഒരുപാട് ഓക്സിജൻ ലെവൽ താഴേക്ക് പോകുന്നു, ലങ്സ് ഡിസീസ്. കോവിഡിന് ശേഷം ഒരുപാട് മരണങ്ങളുടെ എണ്ണം വ്യാപകമായി കൂടുവാണ്. ഗവൺമെൻറ് ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ മറുപടി, നിങ്ങൾ പറയുന്നതിന് ശാസ്ത്രീയമായ അടിത്തറയില്ലെന്നാണ്. വെറുതെ ആശാവർക്കർമാരെ കൊണ്ട് പരിശോധിച്ചാൽ അറിയാം ഈ കോവിഡിന് മുമ്പുള്ള മരണനിരക്കാണോ കോവിഡിന് ശേഷമുള്ള മരണനിരക്കെന്ന്. ഒന്ന് പഠിക്കണ്ടേ? ഹെൽത്ത് ഡാറ്റ എന്ന് പറയുന്നത് എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് മരണനിരക്ക് വർദ്ധിക്കുന്നത്? ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് മരണനിരക്ക് വർദ്ധിക്കുന്നത്? ഏത് അസുഖം ബാധിച്ചാണ് ആളുകൾ മരിക്കുന്നത്? നിലവിൽ രോഗമുള്ളവരാണോ ഇതുമൂലം മരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു രോഗം ഇല്ലാത്തവരാണോ മരിക്കുന്നത്? ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ഈ ആശാവർക്കർമാരെ വെച്ചിട്ടുള്ള ആ മെക്കാനിസം കൊണ്ട് ഈസി ആയിട്ട് കളക്ട് ചെയ്യാനും ആ ഡാറ്റ അനലൈസ് ചെയ്ത് ആരോഗ്യരംഗത്തെ മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്താനും പറ്റും. ഇതൊന്നും ഇവർ ചെയ്യുന്നില്ല. ഈ കേരളത്തിലെ ആരോഗ്യ വർഷങ്ങളായി ഇവരാരും കൊണ്ടല്ലോ, വർഷങ്ങളായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു മേഖലയാണ് കേരളത്തിലെ ആരോഗ്യരംഗം. മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ അതിന് സംഭാവന ചെയ്തിട്ടുണ്ട്. കൂടുതൽ സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട്. വീണ്ടും വേണം, ഒരുപാട് കാര്യങ്ങൾ വേണം. ഇത് തീർത്തും അവഗണനയാണ്. മന്ത്രിയുടെ ഓഫീസിൽ വേറെ ആരാണ് ഭരിക്കുന്നത്? അവരല്ല ഭരിക്കുന്നത്, വേറെ ആളുകളുടെ നിയന്ത്രണത്തിലാണ്. ഇവർ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന്, മരുന്നില്ലാത്ത കാര്യം. എന്തൊരു വർത്തമാനമാണ്! പ്രതിപക്ഷം തന്നെ നിയമസഭയിൽ എത്ര പ്രാവശ്യം പറഞ്ഞു മരുന്നില്ല, സർജിക്കൽ എക്യുപ്മെൻസ് ഇല്ല എന്ന്. ഈ ഡോക്ടർ തന്നെ പറഞ്ഞില്ലേ മന്ത്രിയുടെ PS-നെ അറിയിച്ചു എന്ന്, മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ അറിയിച്ചു, ഡിപ്പാർട്ട്മെൻറ്റ് മേധാവികൾ അറിയിച്ചു. പക്ഷേ ഇവർ മാത്രം അറിഞ്ഞിട്ടില്ല. ഇന്നാ അറിയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ വാർത്ത വിവാദമായപ്പോഴാണ് ആരോഗ്യമന്ത്രി ഇപ്പോഴാണ് അറിയുന്നത്. ഇപ്പോൾ നിയമസഭയിൽ ഞങ്ങളൊന്നും പറഞ്ഞത് കേട്ടില്ലേ? ഞങ്ങൾ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലും നടക്കുന്ന വിഷയങ്ങളെല്ലാം പഠിച്ചിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. എന്നിട്ടും ധനകാര്യമന്ത്രി 300 കോടി രൂപ പ്ലാൻ കട്ട് ചെയ്തു ഈ വർഷം. ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞു ആരോഗ്യരംഗം ഏറ്റവും അവതാളത്തിലായി, വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയമാണ് ആരോഗ്യരംഗം കേരളത്തിൻ്റെ. അപ്പോഴാണ് ധനകാര്യമന്ത്രി 300 കോടി രൂപ വീണ്ടും പ്ലാൻ കട്ട് ചെയ്തു. പണമില്ലാത്തത് കൊണ്ടും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് വിതരണക്കാർക്ക് പണം കൊടുക്കാത്തത് കൊണ്ടുമാണ് കൃത്യമായി മരുന്നുകൾ വരാത്തത്, സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് വരാത്തത്. ഇത് ഗുരുതരമായ വിഷയമാണ്. ആരോഗ്യ കേരളം അപകടത്തിലാണ്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. അതിനെ രക്ഷിക്കണം. ഞങ്ങൾ UDF നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി UDFൻ്റെ ഒരു ഹെൽത്ത് കമ്മീഷൻ നാളെ നിലവിൽ വരും. ഞങ്ങൾ കേരളത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഗൗരവതരമായി പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്ത് കോൺക്ലേവ് ജൂലൈ മാസത്തിൽ തന്നെ ചേരും. ഞങ്ങൾ ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുക്കും. അടിയന്തരമായി ഇടപെടേണ്ട സാഹചര്യമാണ്. ഞാനിത് ആദ്യമായിട്ട് പറയുന്നത്, ഞാൻ പറഞ്ഞില്ല, നിയമസഭയിൽ പറഞ്ഞത് കൂടാതെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൻ്റെ കൺവെൻഷൻ്റെ ഉദ്ഘാടന വേദിയിൽ തൊട്ട് ഞാൻ അത് പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് 3 പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ നടന്നു. മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്താണ്. നിങ്ങളുടെ റെക്കോർഡിൽ ലൈബ്രറിയിലുണ്ടാവും. സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ്റെ സമ്മേളനം, ലോ സെക്രട്ടേറിയറ്റിൻ്റെ സമ്മേളനം, പിന്നെ ഫിനാൻസ് സെക്രട്ടേറിയറ്റിൻ്റെ സമ്മേളനം. ഈ 3 സമ്മേളനങ്ങളിലും ഞാൻ പ്രധാനമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഫെയിലിയറായിട്ട്
പറഞ്ഞ കാര്യം ഈ മരുന്ന് ക്ഷാമവും ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമവും ആരോഗ്യരംഗത്തുണ്ടായ പരാജയമാണ്. ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്തത് ഗവൺമെൻറ്റിനെതിരായി ഫസ്റ്റായിട്ടാണ്. ഇപ്പോൾ ഈ ഡോക്ടറുടെ വെളിപ്പെടുത്തലോടുകൂടി അത് പൂർണ്ണമായി ശരിയായിരുന്നു. പ്രതിപക്ഷം നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരുന്ന ആരോഗ്യ രംഗത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ശരിയായി എന്ന് പുറത്തു വന്നിരിക്കുകയാണ്.